ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പി എസ് സി പഠിക്കാൻ തീരുമാനിച്ചാൽ എന്തായാലും ഇനി പഠിച്ചിട്ട് പോവാം അല്ലേ? പുതിയ കാലഘട്ടത്തിലെ പി എസ് സി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ കാൻഡിഡേറ്റ്സിൻ്റെ രൂപത്തിലും കൊണ്ടുവരുന്നുണ്ട്. പി എസ് സിയുടെ പരീക്ഷാ പാറ്റേണിലെ വ്യത്യാസവും ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളിലെ വ്യത്യാസമൊന്നുമല്ല, നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ തന്നെ പാടെ മാറിപ്പോയി. പി എസ് സി കൊണ്ടുവന്ന പരിഷ്കരണങ്ങളോട് നിങ്ങൾ കിടപിടിക്കുന്ന രീതിയിൽ ഉയരാനായിട്ട്, നിങ്ങളുടെ സ്വയം ഉയരാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു വളരെ വമ്പൻ, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെയധികം ആത്മവിശ്വാസമുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പി എസ് സി ആസ്പിരൻസ് ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. കുട്ടികൾക്ക് പറ്റുന്ന അബദ്ധങ്ങളെ തിരുത്തി കൊടുക്കുന്ന അധ്യാപകരായിരുന്നുവെങ്കിൽ അധ്യാപകർക്ക് പറ്റിക്കൊടുക്കുന്ന അബദ്ധങ്ങളെ പോലും തിരുത്തുവാൻ കെൽപ്പുള്ള രീതിയിൽ കുട്ടികൾ വന്നിരിക്കുന്ന ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട് ഇന്ന് പി എസ് സിക്ക്. ഞാനത് എന്തിനു പറഞ്ഞു? നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് പി എസ് സി പരീക്ഷ എഴുതി വിജയിച്ച് ഒരു ജോലി നേടണമെന്ന ആഗ്രഹത്തോടു കൂടി കയറുന്നത് അല്ലേ? സോ ഇഫ് യു വാണ്ട് ടു ബി ദെയർ, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബീറ്റ് ദം, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരാളായി, ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ഒരു നിലവാരം പുലർത്തേണ്ടതുണ്ട്. നമ്മളെല്ലാവരുമുണ്ട്. മനുഷ്യ സഹജമായിട്ടുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾക്കാകാം, പ്രശ്നമില്ല. മനഃപൂർവ്വം ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുകൂടിയാണ് കേട്ടോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ അല്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ക്വസ്റ്റ്യൻസ്. പാർട്ട് 1 ഓഫ് ദി കോസ്റ്റൽ പ്ലെയിൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ എം സി ക്യു ഡിസ്കഷൻ ചെയ്തു. നമ്മൾ മറ്റേതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിന് അനുബന്ധമായ ചില മാതൃകാ ചോദ്യങ്ങൾ കൂടി നോക്കാറുണ്ട്. ഈ റേസിൽ, ഈ ഒരു പന്തയത്തിൽ നമ്മളൊരിക്കലും, സഹകാരിയുടെ കുട്ടികളും ഒരിക്കലും പിന്നിലായി പോകരുത്. പരമാവധി പറ്റുന്നിടത്തോളം ചോദ്യങ്ങളെ നിങ്ങളെ ചെയ്യിച്ചു കൊണ്ടുപോകുന്നതാണ് ഇവിടെ ചെയ്യുന്നതിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു ചോദ്യങ്ങൾ ഒട്ടനവധി പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റേതായൊരു ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് കിട്ടുമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും വിശ്വസിക്കാം. കണ്ടൻറ്റിനേക്കാൾ ഉപരി നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരുപക്ഷെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതും അതിലൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതൊക്കെ തന്നെയായിരിക്കും. ഒരു കണ്ടൻറ്റ് പഠിക്കുന്നത് മാത്രമല്ല, പി എസ് സിയുടെ പരീക്ഷയെ മനസ്സിലാക്കുന്നതും ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതും വ്യത്യാസമുണ്ട്. ആ ഒരു പഠന നിലവാരത്തോടു കൂടി തന്നെ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം മറ്റൊരു ക്ലാസ്സിലേക്ക്. കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്ന കോസ്റ്റൽ പ്ലെയിൻസ്, ഇന്ത്യയുടെ തീരദേശ സമതലങ്ങൾ എന്ന ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 നമ്മൾ കണ്ടിരുന്നു. പാർട്ട് 1-ൽ ഈ തീരദേശ സമതലത്തിൻ്റേതായ ഒരു ജനറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് മനസ്സിലാക്കി പോയി. അതുപോലെ തന്നെ പശ്ചിമ തീരദേശം, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഏരിയാസിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി വന്നു. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിൽ ഒരല്പം കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്, കുറച്ച് ഏരിയാസ് കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കുവാനുണ്ട്. എന്നിട്ട് നമുക്ക് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലേക്കും കൂടി കിടക്കാം. അപ്പോഴേക്കും നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും അല്ലെങ്കിൽ കണ്ടൻറ്റ് തീർന്നിട്ടുണ്ടാവും. പിന്നെ നമുക്കതിൻ്റെ ചോദ്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ പൂർത്തിയായി. അതിനു മുൻപ് യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ആദ്യത്തെ ചോദ്യം, പരമാവധി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ആദ്യത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്താനാണ്. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ വെസ്റ്റ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അത് കാണപ്പെടുന്നുണ്ടല്ലോ, ഉണ്ട്. അതില്ലാത്തതല്ലല്ലോ. ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്തത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒന്ന് ബന്ധമുള്ളതാണ്. അപ്പോൾ ഒന്നൊരിക്കലും എന്തിൽ വരില്ല, ആൻസറിൽ വരില്ല. അതുകൊണ്ട് എയും സിയും പോയി. 2, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഈ പടിഞ്ഞാറൻ തീര സമതലത്തിന് പ്രധാനമായി നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നായിരുന്നു അധികം ഡെൽറ്റകൾ രൂപീകരിക്കപ്പെടുന്നില്ല എന്ന്. അപ്പോൾ അത് തെറ്റാ. അപ്പോൾ 2 തെറ്റാ. അപ്പോൾ 2 എന്തായാലും വരും. 2 2-ലും ഉണ്ടല്ലേ. 3 ആണോ 4 ആണോ എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ മതി. 3 താരതമ്യേന വീതി കൂടുതലാണെന്ന് പറഞ്ഞു. ആണോടെ? അല്ല, വീതി കുറവാണല്ലേ.
അത് മാത്രമല്ല 4, അപ്പോൾ മൂന്നാമത്തതും തെറ്റാണെന്നുള്ളത് മനസ്സിലായി. എന്നാലും 4 കൂടെ നോക്കാം. അറബിക്കടലിലും പശ്ചിമഘട്ടത്തിനും ഇടയിലുമാണ്. അതെ, അത് ശരിയാണ്. അപ്പോൾ 4 ശരിയാണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി 2, 3 അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് 2ഉം 3ഉമാണ് തെറ്റ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട് പശ്ചിമ തീരസമതലത്തിന്, വെസ്റ്റേൺ കോസ്റ്റിന്. അതുകൊണ്ട് അയാൾ വരില്ല, ഒന്നുള്ളത് വരില്ല ഉത്തരത്തിൽ അല്ലേ. 1 ശരിയാണ്, അതുകൊണ്ട് ഒന്നുള്ളത് വരില്ല. ചോദിച്ചത് തെറ്റ് കണ്ടുപിടിക്കാനാണ്. 2, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല. തീരെ നടക്കുന്നില്ല എന്നല്ല, തീരെ കുറവാണ്, നന്നേ കുറവാണ്. അതുകൊണ്ട് 2 തെറ്റാണ്. 2 തെറ്റായതുകൊണ്ട് 2 എന്തായാലും ഉത്തരത്തിൽ വരും. 3, താരതമ്യേന വീതി കൂടുതലാണ്. ഈ ഡെൽറ്റ രൂപീകരണമോ ധാരാളം നിക്ഷേപങ്ങളോ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഈ പടിഞ്ഞാറൻ തീരപ്രദേശം താരതമ്യേന വീതി കുറഞ്ഞതാണ് എന്നും ശരാശരി 65 കിലോമീറ്ററോളം മാത്രം വീതിയുള്ളൊരു തീരദേശമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് വീതി കുറവാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ വീതി കൂടുതലെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ 1, 2, 3 എന്തായാലും തെറ്റാണ്. ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു, ഓപ്ഷൻ ബി. അപ്പോൾ ഇങ്ങനൊരു പരാമർശം ചോദ്യത്തിൽ വന്നു. ഇത് നമ്മൾ പഠിച്ചതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിപ്പോയതാണ്. നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നോക്കിയാലും സമാനമായ സാഹചര്യം തന്നെയാണ് കാണാൻ പറ്റുക. അതുപോലെ ഇവിടെയും ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് തീരദേശത്തെ സംബന്ധിച്ച്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയല്ലേ? പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതെ, അത് ശരിയാണ്. 2, പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരമെന്ന് പറയുന്നു. കോറമാണ്ടൽ കോസ്റ്റ് പടിഞ്ഞാറൻ തീരസമതലത്തിൽ, പടിഞ്ഞാറ് വെസ്റ്റിൽ ഉൾപ്പെട്ടതാണോ ഈസ്റ്റിൽ ഉൾപ്പെട്ടതാണോ? ഈസ്റ്റിൽ, തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നവനാണ് കോറമാണ്ടൽ അല്ല. അപ്പോൾ ഈസ്റ്റിൽ ഉൾപ്പെട്ടവനാണ്. അപ്പോൾ അത് തെറ്റാണ്. 2 എന്തായാലും തെറ്റി. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി. 1 ശരിയാണ് നമുക്കറിയാവുന്നതുകൊണ്ട് ഓപ്ഷൻ ബി കിട്ടി. അങ്ങനെ കിഴക്കൻ തീരസമതലം സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ നീളുന്നത്. അത് ശരി തന്നെയാണ് കേട്ടോ. സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ നീളുന്നതാണ് കിഴക്കൻ സമതലം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഏരിയാസോട്ടൊക്കെയാണ്. പടിഞ്ഞാറിൻ്റെ ബാക്കി കുറച്ച് ഏരിയാസും കൂടെ പഠിച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോകാം. കിഴക്കൻ തീരദേശ സമതലങ്ങളോട് ബന്ധപ്പെട്ട് പോകാം. കണ്ടോ, കോറമാണ്ടൽ കോസ്റ്റ് കിഴക്ക് സൈഡിലാണ് വന്നിരിക്കുന്നത്. പടിഞ്ഞാറല്ല, കിഴക്കാണ് കോറമാണ്ടൽ കോസ്റ്റ്. നമുക്ക് പതിയെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ബീറ്റ് ഫോറസ്റ്റിൻ്റെ മറ്റൊരു ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരദേശ സമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. വീണ്ടും അതിനെ പറ്റിയിട്ടുള്ള തെറ്റായത് തന്നെയാണ് ചോദ്യം. അപ്പോൾ തീരദേശ സമതലവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ മുഴുവൻ നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് തെറ്റായതാണല്ലോടാ. എനിഹൗ നമുക്കത് കണ്ടുപിടിക്കാം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. അവിടെ തന്നെ തെറ്റി. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരദേശ സമതലത്തിന് വീതി കുറവാണെന്നാണ് പറഞ്ഞത്. അല്ല, കിഴക്കിന് പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് വീതി കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ തെറ്റി. 1 എന്തായാലും തെറ്റാ. ഇതും പോയി, ഇതും പോയി. ഇനി ഇതിൽ 2ൽ ഏതെന്നാണ്. അപ്പോൾ 3 കൂടെ മാത്രം നോക്കിയാൽ പോരെ. 2 എന്തായാലും ശരിയായിരിക്കും. 3 മാത്രം നോക്കിയാൽ മതി. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ശരിയാണ്, അത് താഴ്ന്നു പോയവയാണ്. അതുകൊണ്ട് അല്ല, തെറ്റല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അത് ശരിയല്ലേ? ശരിയാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വരത്തില്ല. ഇതല്ല ഉത്തരം. ഏതാ ഉത്തരം? എ ആണ് ഉത്തരം. കണ്ടോ, നമുക്ക് പെട്ടെന്ന് എനിക്ക് തന്നെ തെറ്റി പറ്റി. കണ്ടോ മക്കളെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് കരുതിയിട്ട് ഞാൻ ഓടിപ്പോയി അതങ്ങ് ചൂസ് ചെയ്തു. ശരിയല്ല, ചോദിച്ചിരിക്കുന്നത് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. ശരി ഉത്തരം ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. വെസ്റ്റൽ കോസ്റ്റൽ പ്ലെയിനിൻ്റെ ഭാഗമായി ആര് വന്നിട്ടുണ്ട് എന്ന ചോദ്യം അത് നമ്മൾ ഓൾറെഡി കണ്ട ചോദ്യമാണ്. കൊങ്കൺ പ്ലെയിനാണോ, കത്തിയവാർ, കച്ച്, ഉത്കൽ പ്ലെയിൻ, ഇതിലേതാണ് വെസ്റ്റേൺ കോസ്റ്റിൻ്റെ ഭാഗം അല്ലാത്തതെന്ന് നമ്മൾ പറഞ്ഞു. ഉത്കൽ പ്ലെയിൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഉത്കൽ പ്ലെയിൻ ഇസ് നോട്ട് പാർട്ട് ഓഫ് ദാറ്റ്. കച്ചും കത്തിയവാറും കൊങ്കനും എല്ലാം പശ്ചിമത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഉത്കൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. ശരിയല്ലേ? അതെ. അപ്പോൾ ഈ വെസ്റ്റേൺ കോസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കൊങ്കൺ തീരദേശ സമതലം. നമ്മൾ ഗുജറാത്ത് കോസ്റ്റിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തീരെ ഡിസ്കഷൻ നടത്തിയിരുന്നത്. വെസ്റ്റേൺ സമതലത്തിൽ ഏറ്റവും മുകളിൽ വരുന്നതാണ് ഗുജറാത്ത് പ്ലെയിൻസ്. അത് കഴിഞ്ഞ് താഴെ വരുന്നവനാണ് കൊങ്കൺ പ്ലെയിൻ. ദ പ്ലെയിൻ വിച്ച് ലൈസ് സൗത്ത് ഓഫ് ഗുജറാത്ത് പ്ലെയിൻ. ഗുജറാത്ത് സമതലം കഴിഞ്ഞ് തെക്ക് ഭാഗത്തേക്ക് വരുന്ന ആശാനാണ് കൊങ്കൺ പ്ലെയിൻസ്. സ്പ്രെഡ് എക്സ്റ്റെൻസ് ഫ്രം ദമൻ ടു ഗോവ. ദമൻ ആൻഡ് ദിയു എന്ന് പറയുന്നതിൽ ദമനില്ലേ, ആ ദമൻ കേന്ദ്രഭരണ പ്രദേശമാണ്. ആ ദമൻ എന്ന പ്രദേശം മുതൽ, ഗുജറാത്ത് മുതൽ ഇങ്ങ് ഗോവ വരെയും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് അതിനിടയിൽ ഇപ്പോൾ ആരും വരുന്നുണ്ട്, മഹാരാഷ്ട്ര വരുന്നുണ്ട്. അപ്പോൾ ഗുജറാത്തിൻ്റെ ഏറ്റവും സതേൺ എൻഡ്, ഗുജറാത്തിൻ്റെ ഏറ്റവും സതേൺ എൻഡായ ദമാൻ മുതൽ
അല്ലെങ്കിൽ ദാമൻ മുതൽ എന്ന് കരുതിയാലും മതി. ഗുജറാത്തിന് നമ്മൾ പരാമർശിച്ചില്ലേലും വേണ്ട. ഗുജറാത്ത് പ്ലെയിൻസിനകത്ത് നമ്മൾ ഗുജറാത്തിൻ്റെത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്ത് ഇവിടെ പറയേണ്ട നമുക്ക്. ദാമൻ മുതൽ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം, പിന്നെ ഗോവ എന്ന സംസ്ഥാനം വരെ വന്ന് നിൽക്കുന്നതാണ് നമ്മുടെ കൊങ്കൺ പ്ലെയിൻ. അപ്പോൾ എസെൻഷ്യലി നമ്മൾ കൊങ്കൺ പ്ലെയിനെ പറയുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനമായിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ സാധാരണ മഹാരാഷ്ട്രയായിട്ടാണ് പറയുക. എന്നാൽ മഹാരാഷ്ട്ര മാത്രമല്ല, മഹാരാഷ്ട്ര, ഗോവയൊക്കെ ഈ ഒരു പ്രദേശത്ത് വരുന്നത് തന്നെയാണ്. അബൌട്ട് 500 കിലോമീറ്റേഴ്സ് ഇൻ ലെങ്ത്. ഈ പ്രദേശത്ത് കൊങ്കൺ തീരപ്രദേശത്തുള്ള ആവറേജ് വിട്ട് വരുന്നത് 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ടോപ്പോഗ്രഫി, ഇറ്റ് ഹാസ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മറൈൻ ഇറോഷൻ ഇൻക്ലൂഡിങ് ക്ലിഫ്, ഷോൾസ്, റീഫ്, ഐലൻഡ്സ് ഇൻ ദി അറേബ്യൻ സീ. മറൈൻ ഇറോഷൻ, കടൽ ഇറോഷൻ്റേതായ ക്യാരക്ടേഴ്സ് നമ്മളിവിടെ കടൽ വെള്ളം കൊണ്ടുള്ള ഇറോഷനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറൈൻ ഇറോഷൻ അല്ലെങ്കിൽ കോസ്റ്റൽ ഇറോഷൻ എന്ന് വിളിക്കാം. അപ്പോൾ കോസ്റ്റൽ ഇറോഷൻസ് ടെൻഡൻസി കാണിക്കുന്നൊരു തീരദേശ പ്രദേശമാണ് കൊങ്കൺ തീരം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വർക്കല ക്ലിഫ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതുപോലെ പണ്ട് കുറേ കൂടെ ഉയരത്തിലുണ്ടായിരുന്ന, കുറേ കൂടെ കടലിലേക്ക് ഇറങ്ങുന്ന സ്ഥലമായിരിക്കാം. അത് കടൽ കാർവ് ചെയ്ത് എടുത്തെടുത്ത് അങ്ങനെ ക്ലിഫായിട്ട് ആണ് എന്നാണ് പറയുന്നത്. സമാനമായ രീതിയിലുള്ള ഭൂപ്രകൃതി നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് കൊങ്കൺ പ്ലെയിനിൻ്റെ കാര്യത്തിൽ. മുംബൈ, സിറ്റുവേറ്റഡ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ, was initially an island reclaimed to connect it with the mainland. ഈ മുംബൈ എന്ന പ്രദേശം ഈ കടലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് അല്ലേ മുംബൈ എന്ന പട്ടണം. ആ മുംബൈ ഇതുപോലെയായിരുന്നു പണ്ട്, ഒരു ഐലൻഡ് പോലെ എന്ന രീതിയിൽ സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് നമ്മൾ മെയിൻലാൻഡിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ദ കൊങ്കൺ കോസ്റ്റ് ഹാസ് എ സീരീസ് ഓഫ് സ്മോൾ ബേസ് ആൻഡ് ബീച്ചസ്. വളരെ ചെറിയ ചെറിയ ബേ എന്ന് പറയുമ്പോൾ കടൽ കയറി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. കടൽ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ബേ എന്ന് പറയുക. അങ്ങനെ ചെറിയ ചെറിയ ബേയും ബീച്ചസും ഒക്കെ നമുക്ക് കൊങ്കൺ തീരത്ത് ഇഷ്ടംപോലെ പറയാൻ പറ്റും. അതിന് ഉദാഹരണം നമ്മൾ ഗോവയിലൊക്കെ ഏറ്റവും കൂടുതൽ ബീച്ച് ടൂറിസം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ അല്ലേ. അപ്പോൾ അതൊക്കെ ഈ അവൈലബിലിറ്റി ഓഫ് ബീച്ച് കാരണം തന്നെ ഉണ്ടാകുന്നതാണ്. 2, കർണാടക കോസ്റ്റ്. അപ്പോൾ കൊങ്കൺ കോസ്റ്റ് വന്നതിന് വീണ്ടും സൗത്തായിട്ട് വരുമ്പോൾ അടുത്ത് കർണാടക എന്ന സംസ്ഥാനം, അതായത് ഗോവയ്ക്ക് സൗത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ആ പ്രദേശത്തെ നമ്മൾ കർണാടക കോസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. കൊങ്കൺ തീരദേശത്തിൻ്റെ തെക്കുഭാഗത്തായിട്ട്, സദേൺ ഭാഗത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 225 കിലോമീറ്ററാണ് ദൈർഘ്യം ഗോവ മുതൽ മംഗലാപുരം വരെ. അപ്പോൾ കൊങ്കൺ തീരമാണോ കർണാടക തീരമാണോ വലുതെന്ന് ചോദിച്ചാൽ നിസ്സംശയം കൊങ്കൺ തീരം പറയണം. കാരണം 550ഓളം കിലോമീറ്റർ നമ്മൾ പറഞ്ഞു. ഏകദേശം അതിൻ്റെ പകുതിയാണ് ആര് വരിക, കർണാടക തീരം വരിക. അല്ലെങ്കിൽ തന്നെ മഹാരാഷ്ട്രയും ഗോവയും ഒക്കെ ചേർന്നിട്ടല്ലേ അത് വരുന്നത്. ഇത് കർണാടക മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നോക്കിയാലും ഇത് ചെറുതാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കരുതാം അല്ലേ. വിട്ട് പക്ഷേ ചെറുതാണ്, 30 മുതൽ 50 കിലോമീറ്ററേ ഉള്ളൂ. മാക്സിമം ഒരു 70 വരെ മംഗലാപുരത്തിനടുത്ത് പോകുമ്പോൾ വരാറുണ്ടെന്ന് മാത്രം. ടോപ്പോഗ്രഫി, ദ ഡൈവേഴ്സ് ടോപ്പോഗ്രഫി ഓഫ് ദിസ് പ്ലെയിൻസ് ക്യാൻ ബി സീൻ ആസ്, ഒന്ന്, സെൻട്രൽ ഭാഗത്ത് നോക്കിയാൽ ന്യൂമറസ് സ്പേഴ്സ്, അതായത് ലാറ്ററൽ റിഡ്ജസ് ഓഫ് ലാൻഡ് ഡിസെൻഡിങ് ഫ്രം ദി വെസ്റ്റേൺ ഘട്ട്സ് അക്രോസ് ദ പ്ലെയിൻ. ദീസ് സ്പേഴ്സ് ഗോ ഈവൻ ക്ലോസ് ടു ദി കോസ്റ്റ്, thus reducing the width of the plain in this part. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ സെൻട്രൽ പാർട്ട് ഓഫ് ദി കർണാടക പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരല്പം വീതി കുറഞ്ഞ സമതല പ്രദേശം അല്ലെങ്കിൽ തീരദേശ സമതല പ്രദേശമാണ് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതായത് ഈ വെസ്റ്റേൺ ഘട്ട്സിൻ്റെതായ ചില റിഡ്ജ് ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങൾ ഈ തീരദേശത്തോടനുബന്ധമായിട്ടൊക്കെ ഫോം ചെയ്യുന്നതിൻ്റെ കാരണത്താലാണ് കുറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇൻ സം പ്ലേസസ് ദ സ്ട്രീംസ് ഒറിജിനേറ്റിംഗ് ഇൻ ദ വെസ്റ്റേൺ ഘട്ട്സ് ഡിസെൻഡ് അലോങ് സ്റ്റീപ്പ് സ്ലോപ്സ് ആൻഡ് മേക്ക് വാട്ടർഫോൾസ്. ചിലയിടങ്ങളിൽ നമുക്ക് വെള്ളച്ചാട്ടങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ശരാവതി നദിയിലെ ജോഗ് വെള്ളച്ചാട്ടം ഉൾപ്പെടെ അതിന് ഉദാഹരണമായിട്ടെന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇൻ ദി കോസ്റ്റൽ പാർട്ട് മറൈൻ ടോപ്പോഗ്രഫി ഫോംസ് ദി പ്രോമിനൻറ്റ് ഫീച്ചേഴ്സ്. എന്ത് ഫീച്ചേഴ്സ്? കോസ്റ്റിൻ്റേതായിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഇൻ ദി കോസ്റ്റൽ പാർട്സ് മറൈൻ ടോപ്പോഗ്രഫി ഫോംസ് ദി പ്രോമിനൻറ്റ് ഫീച്ചേഴ്സ്. മറൈൻ ടോപ്പോഗ്രഫി എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മുടെ കടലിൻ്റെ അതായത് ഒരു ബീച്ചിന് സമാനമായ രീതിയിലുള്ള സിറ്റുവേഷൻ തന്നെയാണ് എൻഡിലേക്ക് കാണിക്കുക, അല്ലെങ്കിൽ കോസ്റ്റൽ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. വേറെ വലിയ ഡിഫറൻസിയേഷൻസ് ഒന്നും കർണാടക കോസ്റ്റിന് പ്രത്യേകിച്ച് പറയാനില്ല. അതങ്ങനെ നിങ്ങളോട് ഈ കർണാടക കോസ്റ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ എടുത്ത് പർട്ടിക്കുലർലി ചോദിക്കും എന്നുള്ളതിൻ്റെ സാധ്യത ഭയങ്കര കുറവാണ് കേട്ടോ. ജനറലി ആ ഒരു വെസ്റ്റേൺ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കൊങ്കനൊക്കെ ചോദിക്കാം, പക്ഷേ കർണാടക കോസ്റ്റ് അങ്ങനെ ഇങ്ങനെ പ്രോമിനൻ്റ് അല്ല. ഈ കേരള കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേരള ജിയോഗ്രഫിക്കകത്തൊക്കെ പഠിക്കുന്നതിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമേ ഉള്ളൂ ചോദ്യം വരാൻ. ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് പോയിരുന്നാൽ മതിയാവും. കേരളത്തിൻ്റെ സമതലം അല്ലെങ്കിൽ നമ്മുടെ മലബാർ പ്ലെയിൻ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. കേരള പ്ലെയിൻ എന്നല്ല നമ്മൾ പഠിച്ചതിനകത്ത്, അത് മലബാർ പ്ലെയിൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മംഗലാപുരം മുതൽ താഴെ കന്യാകുമാരി വരെ വെസ്റ്റേൺ സൈഡിൽ, മംഗലാപുരം മുതൽ
കന്യാകുമാരി വരെ വെസ്റ്റേൺ സൈഡിൽ വരുന്ന ഈ ഒരു തീരദേശ പ്രദേശത്തെ നമ്മൾ മലബാർ കോസ്റ്റ് എന്ന രീതിയിലാണ് വിളിക്കുക. ഏകദേശം 500 കിലോമീറ്ററോളം ദൈർഘ്യമാർക്കും വരുന്നുണ്ട്, മലബാർ കോസ്റ്റിനും വരുന്നുണ്ട്. Geographically, it comprises one of the wettest regions of the subcontinent, which includes the Kannada region of Karnataka, all of Kerala and Kanyakumari region of Tamil Nadu. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ് കോണ്ടിനെൻറ്റിൻ്റെ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു റീജിയനായിട്ട് നമ്മൾ കേരള സമതലം മലബാർ കോസ്റ്റിനെ പറയാറുണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. ആദ്യം ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വന്ന് കര തൊടുന്നത് ഈ മലബാർ കോസ്റ്റിലാണ്, അല്ലെങ്കിൽ കേരള കോസ്റ്റിലാണ്. അപ്പോൾ അതൊരു കാരണമാണ്. രണ്ടിത് മഴക്കാലം നീളുന്നിടത്തോളം കാലം മഴ അവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു കാരണം. പിന്നെ അതായത് ഈ ഒരു എൻ്റെ സ്ട്രെച്ച്, നമ്മുടെ കാനറ സ്ട്രെച്ച്, കർണാടകത്തിൻ്റെ മംഗലാപുരത്തിന് ശേഷം സൗത്തായിട്ട് വരുന്ന കാനറ റീജിയനിൽ, അതുപോലെ കേരളത്തിൻ്റെ കംപ്ലീറ്റ് സ്ട്രെച്ച് മലബാർ കോസ്റ്റിലാണ് വരിക. പിന്നെ കന്യാകുമാരി റീജിയൻ, തമിഴ്നാടിൻ്റെ കന്യാകുമാരി റീജിയൻ വരുന്നതും ഈ മലബാർ സ്ട്രെച്ചിലാണ് വരിക. അപ്പോൾ ഈ റീജിയൻസ് കംപ്ലീറ്റ്ലി ഈ മേഖലയിൽ ഏറ്റവും വെറ്റസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന തീരദേശ പ്രദേശമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദ പ്ലെയിൻ ഇസ് ആക്ച്വലി വൈഡർ ദാൻ കർണാടക പ്ലെയിൻസ്. കർണാടക സമതലത്തേക്കാൾ താരതമ്യേന ഒരല്പം വീതി കൂടുതലാണ്. എലിവേഷൻ വളരെ ചെറുത് തന്നെയാണ് കേട്ടോ. കോസ്റ്റൽ ഏരിയാസിന് ജനറലി ഒരേ എലിവേഷൻ തന്നെയാണ് പറയാൻ പറ്റുക. വലിയ വേരിയേഷൻസ് ഒന്നും ഒരിടത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ദ പ്രസൻസ് ഓഫ് ലേക്ക്, ലഗൂൺസ്, ബാക്ക് വാട്ടേഴ്സ് എക്സെട്ര ആർ ദി ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പ്ലെയിൻ. ശരിയല്ലേ? ഇപ്പോൾ കേരളത്തിൻ്റെ തീരദേശത്തിൻ്റേതായ സ്വഭാവങ്ങൾ തന്നെ നമ്മളിവിടെയും ഉദ്ദേശിച്ചാൽ മതിയാവും, നമ്മളിവിടെയും കണക്കാക്കിയാൽ മതിയാവും. ഒരുപാട് ബാക്ക് വാട്ടേഴ്സും തടാകങ്ങളും ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നത് വാസ്തവം. The backwaters of Kerala are known as kayals, which are the shallow lagoons or inlets of the sea running parallel to the coast. അല്ലേ, കടലിൽ നിന്ന് വെള്ളം ഉള്ളിലേക്ക് കയറി കാണുന്ന താരതമ്യേന ആഴം കുറഞ്ഞ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളെ, കടലിന് സമാന്തരമായി കാണുന്ന പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ഈ കായലുകൾ അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. കടലിൽ നിന്നുള്ള വെള്ളം കരയിലേക്ക് കയറുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിന് ബാക്ക് വാട്ടർ എന്ന പേര് വരുന്നത്. സാധാരണ നദി കൊണ്ടുവന്ന് കടലിലേക്കാണ് വെള്ളം നിക്ഷേപിക്കുന്നത്. ഈ പ്രദേശത്ത് നേരെ തിരിച്ച, അല്ലെ, കുട്ടനാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ കടലിൽ നിന്ന് വെള്ളം ഉള്ളിലേക്ക് കയറും. അതുകൊണ്ട് തന്നെ ബാക്ക് വാട്ടർ എന്ന് വിളിക്കുന്നത്. വാട്ടർ സാധാരണ പോകുന്ന ഡയറക്ഷൻ്റെ ബാക്ക്വേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് അതിനെ ബാക്ക് വാട്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, വേമ്പനാട് ലേക്ക് കേരളത്തിലെ ഏറ്റവും വലുതാണ് വേമ്പനാട്. വൺ ഓഫ് ദി റാംസാർ വെറ്റ്ലാൻഡ് is the largest backwater with a length of 75 kilometers and a width of 5 to 10 kilometers. 75 കിലോമീറ്റർ ദൈർഘ്യവും ഏകദേശം 5 മുതൽ 10 കിലോമീറ്റർ വീതിയും വരുന്ന വേമ്പനാട് കായലാണ്. ഈ വാല്യൂ ഒന്നും ചോദിക്കൂലേ, വാല്യൂ ഒന്നും നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട. കേരളത്തിലെ ഏറ്റവും വലുത് ഈ വേമ്പനാട് കായലാണ് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതിയാവും. കായലുകൾ, ലോങ് ഷോർ ഡ്രിഫ്റ്റ് ഇസ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ അലോങ് ദ ഷോർ ബൈ വേവ് ആക്ഷൻ. അതായത് ഈ കടലിലെ തിരമാല കാരണം ഉണ്ടാകുന്ന ഈ തീരപ്രദേശങ്ങളിലെ ആക്ഷൻ വിളിക്കുന്ന പേരാണ് ലോങ് ഷോർ ഡ്രിഫ്റ്റ് എന്ന് പറയും. ദേ ആർ ദ റിസൾട്ട് ഓഫ് വിൻഡ് ഓപ്പറേറ്റിംഗ് ഇൻ എൻ ഒബ്ലീക്ക് ഡിറക്ഷൻ ടു ദി കോസ്റ്റ്. കോസ്റ്റിന് ഏകദേശം ചരിഞ്ഞ രീതിയിൽ, തീരദേശത്തോട് ചരിഞ്ഞ രീതിയിൽ കാറ്റ് വീശുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ലോങ് ഷോർ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നതെന്നുള്ളതാണ്. ദ ലോങ് ഷോർ ഡ്രിഫ്റ്റ് ട്രാൻസ്പോർട്ട്സ് ദ സെഡിമെൻറ്റ്സ് ഇൻ എ ഡിറക്ഷൻ ഓൾമോസ്റ്റ് പാരലൽ ടു ദി കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റിന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷൻസിൽ സെഡിമെൻസിൻ്റെ ഡെപ്പോസിഷൻസ് കൊണ്ടുവരുമെന്നുള്ളതാണ്. ദി ഇറോഡഡ് മെറ്റീരിയൽസ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ദ വേവ് ആൻഡ് സാൻഡ് ബാർസ് ആർ ക്രിയേറ്റഡ് ഇഫ് ദ സാൻഡ് ബാർ കണക്ട്സ് ദ ടു എൻഡ്സ് ഓഫ് ദ ലാൻഡ് മാസ്. ദി കട്ട് ഓഫ് പോർഷൻ ഈസ് കോൾഡ് എ ലഗൂൺസ്. അപ്പോൾ ഇത്തരത്തിൽ കടലിനുള്ളിൽ ഡെപ്പോസിറ്റ്സ് നടക്കുന്നത് ഒരു പ്രദേശത്ത് നിക്ഷേപിക്കപ്പെടുകയും മറ്റൊരു പ്രദേശത്ത് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. എങ്ങനെ? സാൻഡ് ബാറുകളായിട്ട് മണൽ കൂനകൾ നിക്ഷേപിക്കപ്പെടുകയാണെങ്കിൽ അതിനുള്ളിൽ വരുന്ന പോർഷനെ ഒരു കായൽ എന്ന പോലെ, ഉള്ളിൽ വരുന്ന ഉപ്പുവെള്ളം തന്നെയായിരിക്കും, ആ വെള്ളം കെട്ടി നിൽക്കുന്ന കടലിൽ നിന്നുള്ള ഡെപ്പോസിഷൻസ് കാരണമാണ്. അപ്പോൾ കടൽ, മെയിൻ കടൽ ഇവിടെ ആയിരിക്കും, താഴെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഡെപ്പോസിഷൻസ് കാരണം സാൻഡ് ബാർസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഏരിയാസ് ഡിറ്റാച്ച് ചെയ്ത് പോകും, വെള്ളം ഡിറ്റാച്ച് ചെയ്ത് പോകും. എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാമെന്നാണ് പറയുന്നത്? കായലുകൾ എന്ന രീതിയിൽ വിളിക്കാൻ പറ്റും. In Kerala, such formations are called kayal and they form the backwaters of Kerala. Different kayals are connected by a system of canals. ഒരുപാട് കനാലുകളുടെ സംവിധാനം ഉപയോഗിച്ച് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള കായലുകളെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാഷണൽ വാട്ടർവേയുടെയൊക്കെ ഭാഗമായിട്ട് നാഷണൽ വാട്ടർവേ 3 NW3
എന്നൊക്കെ പറയുന്ന നാഷണൽ വാട്ടർവേ ഒക്കെ, ദേശീയ ജലപാത, അതുപോലെ NW13, ഒരു വേറെ ഉണ്ട്, ഒരു അഞ്ച് NWs ഉണ്ട്. ഞാൻ കൃത്യമായിട്ടെല്ലാം മറന്നുപോയി. നാഷണൽ വാട്ടർവേസ് ഒരു 5 എണ്ണം കേരളത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നാഷണൽ വാട്ടർവേ 8 ഉണ്ടെന്ന് തോന്നുന്നു. ദർ ആർ സർട്ടൻ വാട്ടർവേസ്, ഐ ഡോണ്ട് റിമെമ്പർ ദി നമ്പർ. എന്തായാലും 3 ഉണ്ട് ഉറപ്പാണ്. നമ്മുടെ വേമ്പനാട് കായലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ നാഷണൽ വാട്ടർവേ 3 ഉണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വാട്ടർവേ എന്നതുകൊണ്ട് അത് നല്ലപോലെ ഓർക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് ഓർക്കും വേണം കേട്ടോ, നല്ലപോലെ ഓർത്ത് വെച്ചേക്കുക. നാഷണൽ വാട്ടർവേ 3 ഈസ് ദർ. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി വെസ്റ്റേൺ കോസ്റ്റിനെ പറ്റി. അതിനകത്തെ കായലിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കോസ്റ്റൽ സ്ട്രെച്ചിൻ്റെ ബേസിസിൽ പഠിക്കുന്ന നിർബന്ധമില്ല. കേരള ജോഗ്രഫിയിൽ നമ്മൾ നോക്കിയാലും മതിയാവും. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിരിക്കാം. ഓക്കെ, റൈറ്റ്. സോ മൂവിങ് ഓൺ ടു ദി ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിൻ്റെ ഭാഗമായി പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഈ 3 സമതലങ്ങളാണ്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് കോറമാണ്ടൽ കോസ്റ്റ്, നമ്മുടെ ഒരു ചോദ്യത്തിനകത്ത് കണ്ടിരുന്നതാണ്. കോറമാണ്ടൽ കോസ്റ്റ്. 2 ആന്ധ്ര പ്ലെയിൻസ്, അല്ലെങ്കിൽ അതിനെ നോർത്തേൺ സിർക്കാർ എന്ന് വിളിക്കുക. അത് വളരെ കോമൺ ആയിട്ടുള്ളത് ആ സിർക്കാർ എന്ന പേരാണ് കേട്ടോ. നോർത്തേൺ സിർക്കാർ എന്ന് വിളിക്കാം. അതിനും മുകളിലായി കാണുന്നതാണ് ഉത്കൽ പ്ലെയിൻസ്. ദ്രാവിഡ, ഉത്കല, ബംഗ എന്ന് പറയുന്നതിൻ്റെ ഉത്കൽ പ്ലെയിൻസ്. So the eastern coast of India lies between the Eastern Ghats and the Bay of Bengal. ശരിയല്ലേ? ഈസ്റ്റേൺ ഘട്ട്സിനും ബേ ഓഫ് ബംഗാളിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശമാണ് നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദി ഗംഗാ ഡെൽറ്റ ടു കന്യാകുമാരി. ഗംഗാ ഡെൽറ്റ എന്ന് പറയുമ്പോൾ അങ്ങ് പശ്ചിമ ബംഗാളിൻ്റെ ഭാഗം, അത് മുതൽ കന്യാകുമാരി വരെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റേൺ കോസ്റ്റും വെസ്റ്റേൺ കോസ്റ്റും എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? കന്യാകുമാരി വരെ സൗത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രണ്ടിൻ്റെയും ഭാഗമായിട്ട് ആരെ പറയേണ്ടി വരും? കന്യാകുമാരിനെ പറയേണ്ടി വരും. ഇവിടെ കിട്ടുന്നുണ്ടോ? കന്യാകുമാരി വിൽ ബി ദെയർ എക്സ്റ്റെൻഡിങ് ഫ്രം ദി ഈസ്റ്റ് ആസ് വെൽ ആസ് വെസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഇവിടെയും ഉണ്ടത് അങ്ങ് ഗംഗാ സമതലങ്ങൾ മുതൽ, അല്ലെങ്കിൽ ഗംഗാ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നാണ് പറയുന്നത്. 100% ശരിയാണ്. അതാണ് അങ്ങ് വെസ്റ്റ് ബംഗാൾ മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുന്നതിന് സമമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് കോസ്റ്റൽ പ്ലെയിൻ ഈസ് മാർക്ഡ് ബൈ വേരിയസ് ഡെൽറ്റാസ് ഓഫ് റിവേഴ്സ് ലൈക്ക് മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി. വളരെ പ്രധാനപ്പെട്ട മേജർ നദികളായ, ഇഷ്ടംപോലെ വെള്ളം ഉൾക്കൊണ്ടൊഴുകുന്ന നദികളായ പെനിൻസുലാർ റിവേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോദാവരിയും മഹാനദിയും കൃഷ്ണയും കാവേരിയും ഒക്കെ കൊണ്ടുവരുന്ന ഭീമമായ നിക്ഷേപങ്ങൾ, ദീർഘകാലത്തിൽ ഒഴുകി വരുന്ന ഈ നദികൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളെ നിക്ഷേപിക്കപ്പെട്ട് ഡെൽറ്റാകൾ ഫോം ചെയ്യുന്നുണ്ട് ഈ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ എൻ എക്സാമ്പിൾ ഓഫ് എമർജൻറ്റ് കോസ്റ്റ്. അതുകൊണ്ട് അവർ എന്തിനു ഉദാഹരണമാണ്? എമർജൻറ്റ് കോസ്റ്റിന് ഉദാഹരണമാണ്. ദാസ് നോട്ട് പ്രൊവൈഡിങ് നാച്ചുറൽ കണ്ടീഷൻസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് പോർട്സ്. അതായത് പോർട്സ് ഒന്നും ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ നൈസർഗികമായിട്ടുള്ള തുറമുഖ നിർമ്മാണ സാഹചര്യങ്ങൾ ഇവൻ ഒരുക്കുന്നില്ല. നൈസർഗികമായിട്ട് ഒരുക്കുന്നില്ല, അതായത് നാച്ചുറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഒരുക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയ വാസ്തവം. As compared to the western coastal plain, the eastern coastal plain is a broader and is an example of the emergent coast. പറഞ്ഞു, താരതമ്യേന വീതിയും കൂടുതലാണ്. ആവറേജ് വിഡ്ത്ത് ഏകദേശം വെസ്റ്റേൺ കോസ്റ്റിൻ്റെ ഇരട്ടിയോളം വരുന്നുണ്ട്. 120 കിലോമീറ്ററാണ്. വെസ്റ്റേൺ കോസ്റ്റിൻ്റെ ആവറേജ് വിഡ്ത്ത് നമ്മൾ പറഞ്ഞത് കേവലം 65 കിലോമീറ്ററാണ്. ഇവിടെ ഏകദേശം 120ഓളം വരുന്നുണ്ട്. ഓൾദോ they may be as wide as 200 kilometers in the deltaic region and as narrow as 35 kilometers in between the delta. ഡെൽറ്റകൾക്കിടയിൽ ഒരു 35 കിലോമീറ്റർ എന്ന രീതിയിൽ കുറയുകയും, എന്നാൽ ഡെൽറ്റായിക് റീജിയൻ എന്നല്ല ഉദ്ദേശിച്ചത്, ഡെൽറ്റകൾക്കിടയിലുള്ള പ്രദേശത്ത് ഒരു 35 കിലോമീറ്റർ എന്ന രീതിയിലും ഡെൽറ്റായി അതാണ് ഞാനൊരു കൺഫ്യൂഷൻ തോന്നിയത്. മേഖലകളിൽ ഏറ്റവും വീതിയേറിയ പോർഷൻസ് എന്ന രീതിയിൽ ഒരു 200 കിലോമീറ്റർ വരെ, 120 ആവറേജാണ്, 35 മുതൽ 200 വരെ കിലോമീറ്റർ വർക്ക് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ ഭാഗമായി വീതി കണക്കാക്കാറുണ്ട് എന്നുള്ളതാണ്. ഓവറോൾ ദർ വൈഡർ ഇൻ കമ്പാരിസൺ ടു ദ വെസ്റ്റേൺ ഗട്ട്സ്. വേറെ പറച്ചിലൊന്നുമില്ല എന്നാണ് പറയുന്നത് അല്ലേ. ഓവറോൾ നോക്കിയാൽ എന്തായാലും വൈഡറാണ്. ദർ ആർ വെൽ ഡെവലപ്ഡ് ഡെൽറ്റാസ് ഹിയർ ഫോംഡ് ബൈ ദ റിവേഴ്സ് ഫ്ലോയിങ് ഈസ്റ്റ്വേർഡ് ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ. ബംഗാളിലേക്ക് ചെന്നെത്തുന്ന ഈ നദികൾ ഡെവലപ്പ് ചെയ്യുന്ന ഡെൽറ്റാസ് തീർച്ചയായിട്ടും ഇവിടെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെൽറ്റാസ് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആ സമതല പ്രദേശങ്ങളിലെ ഓരോരുത്തരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ആൾ നമ്മുടെ ഉത്കൽ പ്ലെയിൻ ആണ്. ഉത്കൽ പ്ലെയിൻ കംപ്രൈസസ് the coastal regions of Odisha including the Mahanadi Delta. മഹാനദി എന്ന നദി കൊണ്ടുവരുന്ന നിക്ഷേപത്താൽ രൂപീകൃതമാകുന്ന ഡെൽറ്റ, മഹാനദി ഡെൽറ്റ, ഒഡീഷ എന്ന സംസ്ഥാനത്തിന് സമാന്തരമായി കാണുന്ന തീരദേശം. The famous Chilika Lake
അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ലവണ തടാകം എന്നൊക്കെ രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു തടാകമാണ് ചിലിക്ക ലേക്ക്. അത് വരുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ ഇതുപോലെയാണ് നമ്മുടെ ഈ ഉത്കൽ സമതലത്തിന് സമാന്തരമായ രീതിയിൽ കടലിൽ നിന്നുള്ള വെള്ളം അകത്തേക്ക് കയറി ഉണ്ടായ തടാകം തന്നെയാണ് ഈ ചിലിക്ക തടാകം. അത് കാണുന്നുണ്ട് ഈ ഉത്കൽ സമതലത്തിൽ. ദ ലാർജസ്റ്റ് സോൾട്ട് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ അല്ലേ? ചിലിക്ക ലേക്ക് ലൈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഒഡീഷ, സൗത്ത് ഓഫ് ദി മഹാനദി ഡെൽറ്റ. അപ്പോൾ മഹാനദി ഡെൽറ്റയ്ക്ക് സൗത്തായിട്ടാണ് ആരെ കാണുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഈ ചിലിക്ക തടാകത്തെ കണ്ടിരിക്കുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. 2, ആന്ധ്ര പ്ലെയിൻസ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് ദി ഉത്കൽ പ്ലെയിൻ ആൻഡ് എക്സ്റ്റെൻസ് അപ് ടു ദി പുലിക്കട്ട് ലേക്ക്. പുലിക്കട്ട് തടാകം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഉത്കൽ പ്ലെയിനിന് സൗത്തായിട്ട് കാണുന്ന തീരദേശ പ്രദേശമാണ് നമ്മുടെ ആന്ധ്ര പ്ലെയിൻസ്. ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പ്ലെയിൻ ഈസ് ദ ഡെൽറ്റ ഫോർമേഷൻ ബൈ ദ റിവർ ഗോദാവരി ആൻഡ് കൃഷ്ണ. അപ്പോൾ ഈ ആന്ധ്ര പ്ലെയിൻ അല്ലെങ്കിൽ നോർത്തേൺ സിർക്കാർ എന്ന് വിളിക്കുന്ന ഈ സമതലത്തിൻ്റെ പ്രധാന നിക്ഷേപകർ ഗോദാവരിയും കൃഷ്ണ നദിയും എന്ന് പറയാം. ദിസ് പാർട്ട് ഈസ് ലാർജ്ലി എ സ്ട്രെയിറ്റ് കോസ്റ്റ് ആൻഡ് ലാക്ക് എനി സിഗ്നിഫിക്കൻറ്റ് ഇനൻഡേഷൻസ്. അതായത് ഈ നോർത്തേൺ സിർക്കാർ എന്ന് പറയുന്ന പോർഷനിൽ ആന്ധ്രയുടെ പോർഷനിൽ ഈ എന്താ പറയുക ഇൻഡൻറ്റേഷൻസ് കുറവാണ്. ഇൻഡൻറ്റേഷൻസ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളിലേക്കുള്ള മടക്കുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ കോസ്റ്റ് ഇങ്ങനെ വരുന്നു, കുറച്ച് അകത്തോട്ടൊന്ന് കയറിയൊക്കെ ഇങ്ങനെ പോകുന്ന പരിപാടികളുണ്ടല്ലോ, അതൊക്കെ കുറവാണ്. ഇൻഡൻറ്റേഷൻസ് കുറവാണ് ഈ മേഖലയിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഇൻഡൻറ്റേഷൻ കുറവായതുകൊണ്ട് തന്നെ ഇൻഡൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് പോർട്ട് നിർമ്മിക്കാൻ നല്ലതാണ്. പക്ഷേ ഇൻഡൻറ്റേഷൻ ഇവിടെ കുറവാണല്ലോ. ഇൻഡൻറ്റേഷൻ കുറവായതുകൊണ്ട് തന്നെ ഈ പോർട്ടുകളും നിർമ്മാണം താരതമ്യേന ഡിഫിക്കൽട്ടാണ്. വെസ്റ്റേൺ കോസ്റ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ താരതമ്യേന ഡിഫിക്കൽട്ടാണ് എന്ന രീതിയിൽ പറയേണ്ടി വരും. Indented coastlines are those that aren't smooth and have cuts or indents along their length, thereby leading to the formation of inland waterways. ഉള്ളിലേക്ക് കയറിയിരിക്കും ഇൻഡൻറ്റേഷൻ എന്ന് പറയുമ്പോൾ. However, there are some prominent port in this part such as the വിശാഖപട്ടണം, മച്ചിലിപ്പട്ടണം എക്സെട്ര അല്ലേ? സർക്കാരിൻ്റെ മേഖലയിൽ കാണുന്ന തുറമുഖ നിർമ്മാണം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ തുറമുഖങ്ങളെ ഇല്ല എന്നല്ല അത് സൂചിപ്പിക്കുന്നതെന്ന് കൂടി തിരിച്ചറിയുക കേട്ടോ. തുറമുഖങ്ങളുണ്ട്. വിശാഖപട്ടണം തുറമുഖമൊക്കെ അത്തരത്തിൽ ഫേമസ് ആയിട്ടുള്ള തുറമുഖമാണ്. ഈ വിശാഖപട്ടണം തുറമുഖത്തിനടുത്ത് തന്നെയാണ് ഇന്ത്യയിലെ ഒരേ ഒരു എന്താ പറയുക അന്തർവാഹിനി മ്യൂസിയം ഒക്കെ നിലകൊള്ളുന്നത്. അതിൻ്റെ പേരെന്തായിരുന്നു? കുർസുര അല്ലേ? INS കുർസുരയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. INS കുർസുരയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്തർവാഹിനി മ്യൂസിയം, അതായത് ഒരു അന്തർവാഹിനിയെ തന്നെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ആന്ധ്ര പ്ലെയിൻസിലാണ്, വിശാഖപട്ടണത്തിന് തുറമുഖത്തിനൊക്കെ അടുത്താണ്. അടുത്തത് താഴെ വരുന്ന സമതലമാണ് ആന്ധ്ര പ്ലെയിനിന് താഴെ, അല്ലെങ്കിൽ നോർത്തേൺ സർക്കാരിന് വീണ്ടും ഫർദർ സൗത്തോടായിട്ട് കാണുന്നതാണ് നമ്മുടെ കോറമാണ്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തമിഴ്നാട് കോസ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന പ്രദേശം. കോറമാണ്ടൽ കോസ്റ്റ് ഓർ ദി തമിഴ്നാട് കോസ്റ്റ് അല്ലെങ്കിൽ പ്ലെയിൻസ് എന്ന് വിളിക്കാം. ഇറ്റ് സ്ട്രെച്ചസ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് അറൌണ്ട് 675 കിലോമീറ്റേഴ്സ് ഫ്രം പുലിക്കട്ട് ലേക്ക് ടു കന്യാകുമാരി അലോങ് ദി കോസ്റ്റ് ഓഫ് തമിഴ്നാട് അല്ലേ? പുലിക്കട്ട് തടാകം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 675 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പ്രദേശമാണ് ഈ തമിഴ്നാടു സമതലം അല്ലെങ്കിൽ കോറമാണ്ടൽ സമതലം എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് പ്ലെയിൻ ഈസ് ദ കാവേരി ഡെൽറ്റ where the plain is about 130 kilometers wide. ഈ തമിഴ്നാട് അല്ലെങ്കിൽ കോറമാണ്ടൽ തീരദേശ പ്രദേശത്തെ ഏറ്റവും പ്രധാനമായ നിക്ഷേപകൻ എന്ന് പറയുന്നത് കാവേരി നദിയാണ്. സിന്ധു അല്ലല്ലോ, നമ്മുടെ കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 കേരളത്തിൽ നിന്നൊഴുകുന്ന കിഴക്കോട്ടൊഴുകുന്ന നദികളും വെള്ളം കൊണ്ട് കൊടുക്കുന്നത് ഇതേ കാവേരി നദിക്കാണ്. ആ കാവേരി നദി കാര്യമായ ഡെൽറ്റ തമിഴ്നാട്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏകദേശം 130 കിലോമീറ്ററോളം വരുന്ന വിഡ്ത്തും സമാന്തരമായി അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് തീരദേശ പ്രദേശത്ത്. The fertile soil and large-scale irrigation facilities have made the Kaveri Delta the granary of South India. സൗത്ത് ഇന്ത്യയിലെ ഒരു എന്താ പറയുക കൃഷിഭൂമിയിലെ ഏറ്റവും ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള മേഖലകളിൽ ഒന്നായിട്ട് കാവേരി ഡെൽറ്റ മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു വെസ്റ്റേൺ കോസ്റ്റിൻ്റെയും ഈസ്റ്റേൺ കോസ്റ്റിൻ്റെയും ഒരു കമ്പാരിസൺ ആണ് നിങ്ങൾ ഈ ഒരു ടേബിളിൽ കാണുന്നത്. ദിസ് ഇസ് ദി ഓവറോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സമ്മിങ് അപ്പ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കമ്പാരിസൺ ടേബിളാണ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും താരതമ്യേന പറഞ്ഞു പോവാം. ബിറ്റ്വീൻ അറേബ്യൻ സീ ആൻഡ് വെസ്റ്റേൺ ഘട്ട്സ്. ഈസ്റ്റേൺ ആകുമ്പോൾ ബിറ്റ്വീൻ ബേ ഓഫ് ബംഗാൾ ആൻഡ് ഈസ്റ്റേൺ ഘട്ട്സ്. എന്നാൽ ഇത് രണ്ടും ബിറ്റ്വീൻ ഇന്ന കടലുകളും ആൻഡ് ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. അറേബ്യൻ സീയും ഡെക്കാൻ പ്ലാറ്റ്യൂവും തമ്മിൽ ഇടയിലാണെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. ഇവിടെ ബേ ഓഫ് ബംഗാളും പെനിൻസുലാർ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഡെക്കാൻ പ്ലാറ്റ്യൂവിന് ഇടയിലാണെന്ന് പറഞ്ഞാൽ അതും ഇവിടെ ശരി തന്നെയാണ് വരിക കേട്ടോ. പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്നാണ് വരുന്നതെങ്കിലും സമാനമായ ശരി ഉത്തരങ്ങളാണ് വരേണ്ടതെന്ന് മനസ്സിലാക്കുക. 2,
ഫ്രം റാൻ ഓഫ് കച്ച് ടു കന്യാകുമാരി, ഫ്രം ദി സുന്ദർബൻസ് ടു കന്യാകുമാരി. കമ്പാരിറ്റീവ്ലി നാരോവർ ആണ്, 65 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ കമ്പാരിറ്റീവ്ലി വൈഡർ ആണ്, ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട്. ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, കർണാടക കോസ്റ്റ്, മലബാർ കോസ്റ്റ്. ഇവിടെ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ഉത്കർ പ്ലെയിൻസ്, നോർത്തേൺ സർക്കാർ ആൻഡ് കോറമാണ്ടൽ കോസ്റ്റ്. എസ്റ്റുവറീസും ബാക്ക് വാട്ടേഴ്സും ഉണ്ടാക്കുന്നു. ഇവിടെ ഡെൽറ്റ ഫോർമേഷൻസ് ഉണ്ടാകുന്നു. വേരിയസ് മൗണ്ടൻസ് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. റൺ കണ്ടിന്യൂസ്ലി ഫ്രം ദി നോർത്ത് ടു സൗത്ത്. ഫേവർ ഫോർമേഷൻ ഓഫ് ഹാർബേഴ്സ്, ഹാർബറുകളുടെ ഫോർമേഷൻസിന് ഫേവർ ചെയ്യുന്നു. ഇവിടെ അത്ര കണ്ട ഫോർമേഷന് ഫേവറബിൾ അല്ല കണ്ടീഷൻ. റിസീവ്സ് ഹൈ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഇൻ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. റിസീവ്സ് റെയിൻഫോൾ ഫ്രം ബോത്ത് മൺസൂൺ സീസൺസ്, ബട്ട് കൂടുതലും നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. ലാർജ്ലി പിന്നെ സൗത്ത് വെസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അപ്പർ റീജിയൻസ്, ഇപ്പോൾ നോർത്തേൺ സർക്കാരിന് മുകളിലോട്ടുള്ള റീജിയൻസിലൊക്കെ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്ന് നല്ലപോലെ മഴ കിട്ടുന്നുണ്ട്. പക്ഷേ കോറമാണ്ടൽ കോസ്റ്റിന് സൗത്ത് വെസ്റ്റിൽ നിന്ന് നല്ലപോലെ കിട്ടൂല, കുറച്ചേ കിട്ടുള്ളൂ. Largely rocky, however, there are estuaries on the Konkan coast and backwaters on the Malabar coast. Mostly sandy because of deposits. അല്ലേ, കൂടുതൽ നിക്ഷേപം ഉള്ളതുകൊണ്ടാണ് സാൻഡി ആവുന്നത്. ആൻഡ് ഹാവ് ഡ്യൂൺസ് ആൻഡ് ലഗൂൺസ്. ഡ്യൂൺസും ലഗൂൺസും കാണാൻ സാധിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. നാരോവറാണ്, വൈഡറാണ് പറഞ്ഞു. ഇത് നമ്മൾ എസെൻഷ്യലി ഇത് തന്നെയാണ് നമ്മൾ തൊട്ട് മുന്നത്തെ ടേബിളിലായിട്ട് ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ. അതുകൊണ്ട് വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ക്ലിയർ അല്ലേ? സെറ്റാണേ, റൈറ്റ്. അപ്പോൾ എളുപ്പമാണ്. ഇതിനകത്തുനിന്ന് ഒരുപാട് നമുക്ക് പഠിച്ച് ബുദ്ധിമുട്ടാനും മാത്രമൊന്നും പറയുന്നില്ല, താരതമ്യേന ഈസിയറാണ്. സോ ഈ ഒരു കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ തീരദേശ സമതലങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണുള്ളത്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും അതുമായി ബന്ധപ്പെട്ട ഒരു ഓവറോൾ ഐഡിയ, ഒരു രത്നച്ചുരുക്ക ഐഡിയാസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്. അത് ഒക്കെ തന്നെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഒരു പ്രൈമറി ക്ലാസിഫിക്കേഷൻ എന്ന പോലെയുള്ള ഡിവിഷൻസും അതിൻ്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി പോയാൽ മതിയാകും. ഇതിനകത്തുനിന്ന് ഒരുപാട് ഡെപ്തിലുള്ള ചോദ്യങ്ങൾ സാധാരണയായി ചോദിക്കൽ കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാർട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷനും വരാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകും. ഇന്ന് നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ, വെസ്റ്റേൺ കോസ്റ്റിൻ്റെ ബാക്കി കുറച്ച് ഏരിയാസും ഈസ്റ്റേൺ കോസ്റ്റിൻ്റെ കാര്യങ്ങളും കുറച്ച് പറഞ്ഞു പോയത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഡിസ്കഷനുമായിട്ട് കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി കാണാം. അതിലും എല്ലാവർക്കും നമസ്കാരം.